നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കാറുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്നത്. വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയായ റഫീഖ ബീവിയാണ് കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്തു കിടക്കുന്നത്. നമുക്കറിയാം, ഈ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഗ്രീഷ്മയ്ക്കുള്ള പരമാവധി ശിക്ഷ നൽകുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക് പോകുന്ന നാലാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ. ഏതായാലും ഗ്രീഷ്മയുടെ വധശിക്ഷ കേരളത്തിൽ വീണ്ടും മറ്റൊരു സംവാദത്തിന് വേണ്ടി വഴി തുറന്നിരിക്കുകയാണ്. വധശിക്ഷ എന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ, ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും കാണും. ദേശീയ തലത്തിൽ തന്നെ വധശിക്ഷ എന്നത് നമ്മുടെ ഈ ആധുനിക കാലത്തെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു ശിക്ഷാ നടപടിയാണോ എന്നതിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കേസിൽ ഇതിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി ആ ചർച്ചകൾ സജീവമാവുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി ഇനി കടക്കാൻ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ്. വധശിക്ഷ അർഹിച്ചിരുന്നോ ഗ്രീഷ്മ? എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത്? അത് ഓഫ് കോഴ്സ് ഉചിതമായിട്ട് തോന്നി. പർപ്പസ്ഫുള്ളി ചെയ്തല്ലേ, അപ്പോൾ പിന്നെ അത് കറക്റ്റ് ഉചിതമായി തോന്നുന്നത്. കറക്റ്റ്, അത് എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടണം, അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പറയും അല്ല, നല്ലതാണ്. അല്ലെങ്കിൽ ഇനി പെണ്ണുങ്ങൾ ഇതുപോലെ പലതും ചെയ്യാൻ അവർക്കൊരു പ്രേരിപ്പിക്കും. അവരെന്തായാലും കയറിയാൽ തന്നെ ഇറങ്ങി വരും തോന്നുള്ള അവർക്കൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അപ്പോൾ അത് എന്തായാലും നികത്തി എന്തായാലും നല്ല തീരുമാനമാണ്. ഇപ്പോഴത്തെ നല്ലൊരു തീരുമാനമാണ്. ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. 38 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന പെണ്ണിന് അത് കുറഞ്ഞു കിട്ടി. എന്താ, ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യണ്ടേ? അപ്പോൾ നല്ല തീരുമാനം. ഒരാളെ, അതായത് ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളെ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന ശിക്ഷ തന്നെയായിട്ടാണ് തോന്നണം. എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ ഇങ്ങനത്തെ ശിക്ഷകൾ. ഇനിയും ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വരുമ്പോൾ ഇതുപോലുള്ള ക്രൈംസ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും അത് കിട്ടേണ്ടത് തന്നെയാണ്. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടണം. അത് ഇത് ശരി വെക്കുന്ന കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ചെറുക്കനെ വഞ്ചിച്ച് ചതിച്ചു കൊന്നതിന് ഉത്തമമായിട്ടുള്ള ശിക്ഷ തന്നെയാണ്. വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇന്നത്തെ സൊസൈറ്റിയിൽ നോ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൂവൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെയ്തത് വളരെ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഒരു വലിയൊരു പാഠം തന്നെയായിരിക്കും. ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് അത് പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് വിശിഷ്ട തന്നെ കിട്ടണം. കാരണം നല്ല ചെറുപ്പക്കാരനെ നമ്മൾ നല്ല ആത്മാർത്ഥം സ്നേഹിച്ചിട്ട് അവസാനം അവനെ ചെയ്തില്ല അവൾ. അപ്പോൾ അത് നമുക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം. അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ അവൾ ചെയ്തത്, തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അത് അർഹിച്ച വിധിയാണ്. ഇനിയിപ്പോൾ ഒരു സുപ്രീം കോടതി പോയി ഇനി അത് വിധി മാറ്റിയൊക്കെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം കൊടുത്തത് നല്ലൊരു വിധിയാണ്. അർഹിക്കുന്നത് തന്നെയാണ്, അവൾക്ക് അത് തന്നെ കിട്ടണമായിരുന്നു. അവൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലത്. നമ്മളതിൽ വളരെ സന്തോഷമാണ്.